ആഗോള രാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ ഉപരോധങ്ങളുടെ കടുത്ത പ്രതിസന്ധികൾക്കിടയിലും പശ്ചിമേഷ്യയുടെ അധികാര സമവാക്യങ്ങളെ നിർണയിക്കുന്ന നിർണായക ശക്തി. പതിറ്റാണ്ടുകളായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റിന്റെയും സഖ്യകക്ഷികളുടെയും തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്ന ഭൂപ്രദേശം. അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ലോങ് റേഞ്ച് മിസൈൽ കരുത്തിലും സ്വയം പര്യാപ്തത കൈവരിച്ച സൈനിക വ്യൂഹം. പേർഷ്യൻ ഉൾക്കടലിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സമുദ്രപാതകളുടെ നിയന്ത്രണത്തിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള ജിയോ പൊളിറ്റിക്കൽ പവർ ഹൗസ്. ഇതാണ് ഇന്ന് ഇറാൻ. ഇസ്ലാമിക് റവല്യൂഷൻ ഓഫ് ഇറാൻ എന്ന് വേണമെങ്കിൽ പറയാം. പശ്ചിമേഷ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ ദിശ നിർണ്ണയിക്കുന്നത് ഈ രാജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴിതാ അമേരിക്കയുമായിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള സമാധാന ചർച്ചകൾ അല്ലെങ്കിൽ ആ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങൾ ഇനി സംരക്ഷണ കവചമല്ല എന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് അയത്തുള്ള മുജ്തബ ഖമേനി കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതായത് ഇനി അമേരിക്കയ്ക്ക് ഈ ഗൾഫ് മേഖലകളുടെ താങ്ങിൽ അല്ലെങ്കിൽ ആ തണലിൽ നിന്ന് തങ്ങളിലേക്ക് ആക്രമണം നടത്താൻ സാധിക്കില്ല. ആ ഒരു കവചം ഞങ്ങൾ തകർത്തു എന്നാണ് പറയുന്നത്. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ വഴി പുറത്തുവിട്ട ഔദ്യോഗിക രേഖാമൂലമുള്ള സന്ദേശത്തിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സൈനിക താവളങ്ങളെ സംരക്ഷിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഇനിമേൽ അമേരിക്കയ്ക്ക് കവചമായിട്ട് നിലകൊള്ളില്ല എന്ന കടുത്ത മുന്നറിയിപ്പുമായിട്ട് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള മുജ്തബ ഖമേനി രംഗത്തെത്തുമ്പോൾ വീണ്ടും അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ വല്ലാതെ ഭയപ്പെടുകയാണ്. കാരണം ഇനി എങ്ങനെയാണ് യുദ്ധം തുടങ്ങുക എന്ന് അവർക്ക് പോലും അറിയില്ല. പവിത്രമായ ഈദ് അൽ അദ്ഹ സന്ദേശത്തിലാണ് ഗൾഫ് മേഖലയിലെ മാറി വരുന്ന രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങളെ മുൻനിർത്തി മുജ്തബ ഖമേനി അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു ശക്തമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുന്നത്. വൻ ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ സ്വാധീനം ഗൾഫ് മേഖലയിൽ അതിവേഗം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും മേഖലയിലെ താവളങ്ങൾ ഇറാന്റെ സൈനിക ലക്ഷ്യങ്ങൾക്കുള്ളിലാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മേഖലയിലെ അറബ് രാഷ്ട്രങ്ങളുടെയും ജനങ്ങളുടെയും മണ്ണും വിഭവങ്ങളും തങ്ങളുടെ അധിനിവേശ താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ അമേരിക്ക ഇനി അനുവദിക്കില്ല എന്ന് ഖമേനി വ്യക്തമാക്കി. കാലത്തിന്റെ ചക്രം ഇനി പിന്നോട്ട് തിരിക്കാനാകില്ല. തങ്ങളുടെ ആക്രമണങ്ങൾക്ക് സൈനിക സാന്നിധ്യത്തിനും ഒളിത്താവളമൊരുക്കാൻ അമേരിക്കയ്ക്ക് ഗൾഫ് മണ്ണിൽ ഇനി സുരക്ഷിതമായിട്ടുള്ള ഒരിടവും ബാക്കി ഉണ്ടാകില്ല എന്നുള്ള കടുത്ത മുന്നറിയിപ്പാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ ഗൾഫ് മേഖലയും പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ ഇനി അവിടെ ഒരു തണൽ അല്ലെങ്കിൽ ഒരു ഒളിത്താവളം അമേരിക്കയ്ക്ക് നൽകി കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തത്തിൽ തവിട് പൊടിയാക്കും എന്ന ഒരു രീതിയാണ് ഇറാൻ എടുക്കാൻ പോകുന്നത്. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ പരമാധികാരം തിരിച്ചറിഞ്ഞ് അമേരിക്കൻ അജണ്ടകളിൽ നിന്ന് പിന്മാറണമെന്ന പരോക്ഷമായിട്ടുള്ള ആഹ്വാനവും ഇതിനോടകം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം നടക്കുമ്പോൾ ഈ ഒരു കടുത്ത ആഭ്യന്തര വിദേശ നയ പ്രഖ്യാപനങ്ങൾക്കിടയിലും യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായിട്ടുള്ള സമാധാന ചർച്ചകൾ പിന്നാമ്പുറത്ത് സജീവമായിട്ട് പുരോഗമിക്കുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുന്നത് ഈ ഗൾഫ് മേഖലയാണ്. കാരണം ഇനിയൊരു യുദ്ധം അവർക്ക് താങ്ങാൻ കഴിയില്ല. യുദ്ധത്തിൽ ഇനി വരുന്ന വലിയ വിപത്ത് എന്ന് പറയുന്നത് അവർക്ക് ഈ സാമ്പത്തികമായിട്ടും അവരുടെ ദൈനംദിന ജീവിതങ്ങളെ താറുമാറാക്കുമെന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യം അവർക്കറിയാം. അതുകൊണ്ടാണ് ഖത്തറും സൗദി അറേബ്യയൊക്കെ ഈ ഒരു യുദ്ധം വേണ്ട, സമാധാനം വേഗം കൊണ്ടുവരാൻ വേണ്ടി ഈ അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തുന്നത്. എന്തായാലും ഒമാന്റെയും മറ്റ് അന്താരാഷ്ട്ര ശക്തികളുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള യുദ്ധ അവസ്ഥയ്ക്ക് വിരാമമിടാൻ ലക്ഷ്യമിട്ടുള്ള 14 ധാരണപത്രം സംബന്ധിച്ച് ഏകദേശം ധാരണയിൽ എത്തിയതായിട്ട് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യുദ്ധം ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷെ അമേരിക്ക വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അമേരിക്ക പലതവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം ചതിക്കുന്ന ഒരു രീതിയാണ് അമേരിക്ക എപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത യുദ്ധ സാഹചര്യത്തിന് താൽക്കാലികമായിട്ട് ശമനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കൂടുതൽ ആഴത്തിലുള്ള ചർച്ചകൾക്കും ശാശ്വത പരിഹാരത്തിനുമായിട്ട് ഇരുപക്ഷത്തിന്റെയും 60 ദിവസത്തെ സമയം അനുവദിക്കാനാണ് ഈ ഒരു പുതിയ ധാരണപത്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മാസങ്ങളായിട്ട് തുടരുന്ന ഉപരോധങ്ങൾക്ക് സൈനിക നീക്കങ്ങൾക്ക് ശേഷം പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏറ്റവും വലിയ നയതന്ത്ര നീക്കമായാണ് അന്താരാഷ്ട്ര നിരീക്ഷ
നിരീക്ഷകർ ഈ ഒരു ചർച്ചകളെ വിലയിരുത്തുന്നത്. നമുക്കറിയാം, ആദ്യം മധ്യസ്ഥ ചർച്ച വഹിച്ചിരുന്നത് പാകിസ്ഥാനായിരുന്നു. പക്ഷേ അത് പാടെ പാളിപ്പോയി. ഇപ്പോൾ പാകിസ്ഥാനും അമേരിക്ക നല്ല രീതിയിലല്ല. ഇപ്പോൾ രണ്ടാമത് ഒമാൻ രംഗത്തെത്തുകയാണ്. അപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിൽ കൂടിയാണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. അത് എത്രത്തോളം ഫലം ചെയ്യുമെന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയാം. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായിട്ടുള്ള ചരക്ക് നീക്കവും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതവും ഉറപ്പാക്കുക എന്നതാണ് ഈ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഇതിന് പകരമായിട്ട് ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത നാവിക ഉപരോധം പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിലാണ് ചർച്ചകൾ പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉപരോധം മൂലം തകർന്ന തങ്ങളുടെ സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കാൻ ഇറാൻ ഈ ഒരു നയതന്ത്ര നീക്കത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. ഇതിനു പുറമെ യുറേനിയം സമ്പുഷ്ടീകരണവുമായിട്ട് ബന്ധപ്പെട്ട തങ്ങളുടെ വലിയൊരു വിഭാഗം യുറേനിയം ശേഖരം കൈവിടാൻ ഇറാൻ തയ്യാറായേക്കുമെന്ന സൂചനകൾ ചില മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ ആണവായുധ നിർമ്മാണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയ്ക്കാൻ ഇറാൻ നടത്തുന്ന വിട്ടുവീഴ്ചയായിട്ട് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എങ്കിലും ആണവ പദ്ധതികളുടെ സമ്പൂർണ്ണ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും ഒരു പൂർണ്ണമായിട്ടുള്ള യോജിപ്പിൽ എത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇതിനിടയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുന്ന ഇടക്കാല സമാധാന കരാറുകളെ തുടർന്ന് ഇസ്രായേലിൽ കടുത്ത ആശങ്കയാണ്. ഈ ഒരു വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഇസ്രായേലിന് നിലവിൽ പരിമിതമായിട്ടുള്ള അവസരമേ ഉള്ളൂ എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വകാര്യ ചർച്ചകളിൽ സമ്മതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അമേരിക്ക ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാലും ഇസ്രായേൽ പിന്മാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇറാനിലെ ആണവ ഭീഷണികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാത്ത കരാറാണ് ഉയർത്തിയിരിക്കുന്നത് എന്ന ആശങ്കയാണ് ഇസ്രായേലിനുള്ളത്. വെടിനിർത്തലും ഹോർമുസ് കടലിടുക്ക് തുറന്ന് നൽകലും ഉൾപ്പെടുന്ന ഒരു കരാർ വ്യവസ്ഥകൾ ഇസ്രായേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കില്ല എന്ന് ഇസ്രായേലി വൃത്തങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേരുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും നെതന്യാഹുവിന് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തീരെ താല്പര്യമില്ല. ഒന്ന് സുരക്ഷാ വെല്ലുവിളിയും, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വളരെ ഭയത്തിലാണ് ഇപ്പോൾ ഈ രണ്ടു കൂട്ടരും. എന്തായാലും ലെബനനിലെ ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷം ശക്തമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ തുടരുന്നുണ്ട്. അമേരിക്കൻ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും അതിർത്തിയിൽ ഹിസ്ബുള്ള നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നാണ് നെതന്യാഹു പറയുന്നത്. നമ്മൾ തിരിച്ചടികളുടെ തീവ്രത വർദ്ധിപ്പിക്കണം, അവരെ നമ്മൾ നിർണായകമായിട്ട് തകർക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശം. ഫെബ്രുവരി അവസാനത്തോടെ അമേരിക്കയുമായിട്ടുള്ള സംയുക്ത സൈനിക നീക്കത്തിലൂടെ ആരംഭിച്ച യുദ്ധം ഇപ്പോൾ സമാധാന ചർച്ചകളുടെ ഘട്ടത്തിൽ എത്തുമ്പോൾ ഇസ്രായേൽ പുറന്തള്ളപ്പെടുന്നു എന്ന വിമർശനമാണ് ഇസ്രായേലി പ്രതിപക്ഷത്തിൽ നിന്നും സൈനിക വിശകലന വിദഗ്ധരിൽ നിന്നും ഉയരുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ റോളൊക്കെ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏത് നിമിഷവും ഇസ്രായേൽ തിരിച്ചു വരാം. എന്തായാലും അമേരിക്കയും ഈ ഒരു യുദ്ധത്തിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് ഈ ഒരു സമാധാന കരാറിന് സമ്മതിച്ചതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷെ അത് ഏത് നിമിഷവും മാറ്റപ്പെടാം എന്നുള്ളതാണ്. എന്തായാലും അത് എങ്ങനെയാണെങ്കിലും, അത് മാറ്റപ്പെട്ടാലും അല്ലെങ്കിൽ ഇനി ഒരു തിരിച്ചടിയാണെങ്കിലും ഒരു യുദ്ധമാണെങ്കിലും അതിൽ നേർക്ക് നേർ നിൽക്കാൻ ഇറാൻ സജ്ജമാണ്. ഇറാന്റെ സൈനിക ശേഷി അവർ വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അവരുടെ അത്യുഗ്രൻ ആയുധങ്ങളും അവിടെ ഉണ്ട്. അതായത് ഡ്രോണുകളും മിസൈലുകളും എല്ലാം വീണ്ടും നശിച്ചു പോയതൊക്കെ അവർ വീണ്ടും അത് പുതുക്കി പണിഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഒരു യുദ്ധം ചെയ്യാനാണെങ്കിൽ അത് അവിടെയും ഇറാൻ തയ്യാറാണ്, അല്ലെങ്കിൽ സമാധാനമാണെങ്കിൽ അവിടെയും തയ്യാറാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇറാന്റെ നിലപാടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഒരു കാര്യത്തിൽ അത്ര വലിയ ഭയമോ ഭീതിയോ ഒന്നും തന്നെ ഇല്ല. വലിയ ആശങ്കപ്പെടേണ്ട കാര്യവും ഇറാനില്ല. എന്തായാലും ആശങ്ക എപ്പോഴും ഉള്ളത് അമേരിക്കയ്ക്ക് തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ആശങ്ക നിലവിലുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാണ്. കാരണം ഇസ്രായേലിന്റെ പങ്ക് ഇവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇസ്രായേലിനെ വില കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.